അപ്പോഴത്തെ ഇന്നലെ ഈ HP പമ്പിലാണ് കിടന്നുറങ്ങിയത്. ഇവിടുത്തെ ആൾക്കാർ നമുക്ക് ഒരുപാട് സഹായം ചെയ്തു. മറ്റൊന്നുമല്ല, അതിന് കാരണക്കാർ മറ്റൊന്നുമല്ല, നമ്മുടെ സിംഗിൾ വീൽ സഞ്ചരിച്ചിരുന്ന നമ്മുടെ സനിതാണ്. സനിത്ത് മുൻപ് സിംഗിൾ വീലിൽ സഞ്ചരിച്ച് വന്നപ്പോൾ ഇവിടെയാണ് കിടന്നുറങ്ങിയത്. ഈ ഭാഗത്ത് തന്നെയാണ് അവരും ടെൻ്റ് അടിച്ചിരുന്നത്. അപ്പോഴത്തെ കുഞ്ഞി റെഡിയാണ് കേട്ടോ പോകാൻ. ഞാനും റെഡിയാണ്. അതെ, നമ്മൾ കുറച്ച് നേരമായിട്ട് ഇവിടെ ഇരിക്കുന്നതിന് കാരണമുണ്ട്, മറ്റൊന്നുമല്ല, നമുക്കിവിടെ തുണി അലക്കാനുള്ളൊരു സൗകര്യം കിട്ടി. അപ്പോൾ ഇവരുടെ ഈ HP പമ്പിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ വിശാലമായ ടോയ്ലറ്റുമാണ്. അതായത് 2 ടോയ്ലറ്റ് നല്ല വലിപ്പത്തിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് തുണി അലക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സിംഗിൾ വീൽ റൈഡർ സനിത്തൊക്കെ വന്നിരുന്നതുകൊണ്ട് അവരെനിക്കൊരു ഉപകാരം ചെയ്തതെന്നാണ്. അതുപോലെ തന്നെ ഇനിയിപ്പം മറ്റ് റൈഡേഴ്സൊക്കെ വരുമ്പോഴും നമുക്ക് ഈ ഉപകാരം തന്നെ ഇവിടുന്ന് കിട്ടും. കാരണം നമ്മളും ഇവിടെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മളെപ്പോലുള്ള കുറേ യാത്രക്കാർ ഇതുവഴി വരും, അപ്പോൾ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് നമുക്കും സഹായം കിട്ടി. ചെയ്തുകൊണ്ട് ഡ്രസ്സെല്ലാം അലക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ശരി, നമ്മൾ പതിയെ യാത്ര തിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഡ്രസ്സെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 10:30 അപ്പോൾ പതിയെ പോകാം. പതിയെ പോകുക എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് വേദത്തിൻ്റെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. അപ്പോഴത്തേ നമ്മളൊരു ഗ്രാമവഴിയിലൂടെ കയറിയതാണ് കേട്ടോ. ഇതാണ് ഈ ഗ്രാമവഴി. ചെറിയൊരു വഴിയാണ്, പക്ഷേ 2 സൈഡും കോട്ടൺ കൃഷി തന്നെയാണ്. നിറയെ കോട്ടൺ കൃഷിയുടെ ഒരു സ്ഥലമാണ്. ഇതുണ്ടോ, പരുത്തി കൃഷിയാണ്. ഇതൊക്കെ പണ്ട് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോൾ അത് കാണാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഇതുണ്ടോ, പരുത്തി പഞ്ഞിയാണ്. അപ്പോൾ ഇതിങ്ങനെ പറിച്ചെടുത്ത് അത് ശേഖരിച്ചാണ് പരുത്തി കൃഷി നടത്തുന്നത്. പരുത്തി നമുക്ക് സ്പിന്നിങ് മില്ലുകളിലേക്ക് വരുന്നത്. അപ്പോൾ വലിയൊരു പരുത്തിപ്പാടം, പരുത്തിയുടെ ഒരു തോട്ടം. അപ്പോൾ ഗുജറാത്തിലെ വഡോദര സൈഡിലെ യാത്രയിലാണ്. ഇനിയിപ്പോൾ 80 കിലോമീറ്ററാണ് നമുക്ക് അങ്ങോട്ടുള്ളത്. 76 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ ഇവിടെ മുഴുവൻ പരുത്തിയുടെ കൃഷി മാത്രമാണ്. ഇത് കിലോമീറ്ററുകളാണ്. ഇത് കണ്ടോ, അതിന് അപ്പുറത്ത് നമുക്ക് ഇതുണ്ട് കേട്ടോ, പയർ. അതായത് നമ്മുടെ പട്ടാണി എന്ന് പറയുന്ന സാധനം. പട്ടാണിയല്ല, ഗ്രീൻ പീസിൻ്റെ തോട്ടമാണ് ഇതിൻ്റെ ഇടയിൽ. വെളിയിൽ അതിന് സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഈ ഒരു പരുത്തിയുടെ തോട്ടം നിർത്തിയിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇവിടം കൊണ്ട് തീരുവാണോ എന്നറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതിൻ്റെ ഗ്രീൻ പീസിൻ്റെ തോട്ടമുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലോട്ട് കയറി പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ കാണാം നമുക്ക് ഗ്രീൻ പീസിൻ്റെ തോട്ടം. അതുകൊണ്ട് ഈ കാണുന്നത് ഗ്രീൻ പീസിൻ്റെ തോട്ടമാണ്. അതുകൊണ്ട് കാണുന്നത് അതൊരു അതിര് പോലെ വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അതിര് പോലെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരാളുടെ അതൊരാളുടെ ആയിരിക്കും. അതിൻ്റെ ഒരു അതിരായിട്ടാണ് പട്ടാണിത്തോട്ടത്തെ വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ, പട്ടാണിയല്ല, ഗ്രീൻ പീസ് തോട്ടം. ഇത് ഗ്രീൻ പീസാണ് കേട്ടോ. ഈ നിൽക്കുന്നത് ഇത് ഗ്രീൻ പീസ്. ഇത് പയറായിട്ട് തന്നെ ഇവിടെ പച്ചയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് കാണാം. അത് പൊട്ടിച്ചെടുത്താണ് ഇവിടെ ആൾക്കാർ ഗ്രീൻ പീസ് കറി വെക്കുന്നത്. നമ്മുടെ ഇവിടെ ഉണക്കിയും പിന്നെ പാക്കറ്റിലായിട്ടൊക്കെ വരുന്നുണ്ട്, ഫ്രീസ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഇവിടെ ഈ ഭാഗത്തുനിന്നാണ് കൂടുതലും കയറി വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴത്തെ നമ്മളൊരു കോട്ടൻ്റെ ഒരു ഏരിയയിലൂടെ, അത് ഏകദേശം തീരാറായ സമയമാണ് കേട്ടോ. കോട്ടൺ കൃഷിക്ക് വെള്ളം വളരെ കുറവ് മതി. അതുകൊണ്ടാണ് ഇവിടെ കൂടുതലും കോട്ടൺ കൃഷി ചെയ്യുന്നത്. പിന്നെ ഇതിന് പണിയും കുറവുണ്ട്. ഇട്ട് കഴിഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം ഈ കോട്ടൺ ഉണ്ടാകുന്നത് പറിച്ചെടുത്താൽ മാത്രം മതി. വലിയ ഇതിൻ്റെ ആവശ്യമില്ല, അതായത് അധ്വാനത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് കൂടുതലും കോട്ടൺ കൃഷി ചെയ്യുന്നത്. പിന്നെ വെള്ളം ആവശ്യമാണ്. അപ്പോൾ കോട്ടൻ്റെ പൂവും കായും ഒക്കെ ആയിട്ടുള്ളത് കാണിച്ചു തരാം. ഇതാണ് കോട്ടൻ്റെ മുട്ടുകൾ. ഇത് കോട്ടൻ്റെ പൂവാണ്. അത് കഴിഞ്ഞത് പൂ ഉണങ്ങി കഴിയുമ്പോഴത്തേനും ഇത് കണ്ടോ, ഇവിടെയെല്ലാം മുട്ട് വന്ന് നിൽക്കുന്നു. ഇതാണ് കോട്ടൺ ആദ്യമായിട്ട് ഉണ്ടാകുന്ന സമയം. ഇത് കണ്ടോ, ഒരു പേരയ്ക്ക പോലെ.
രണ്ട് ഇവിടെ നിൽപ്പുണ്ട്, ഒരു പേരയ്ക്ക പോലെ ഒരു സംഭവം. അത് കഴിഞ്ഞിട്ടാണ് അത് മൂത്ത് കഴിയുമ്പോൾ ഇത് പൊട്ടും. ചെയ്തുണ്ട്, ഇത് പൊട്ടാൻ തുടങ്ങുകയാണ്. ഇതേണ്ട് ഇവിടെയുണ്ട് പൊട്ടാൻ തുടങ്ങുന്നു. ഇതെല്ലാം തീരാറായതാണ് കേട്ടോ, എല്ലാം തീരാറായതാണ്. ഇതേണ്ട് നല്ലൊരു കാ കിടക്കുന്നുണ്ടോ, ഇതുണ്ടോ നല്ലൊരു കാ കിടക്കുന്നത്. അപ്പോൾ അതാണ് കോട്ടൻ്റെ ഒരു ജീവിതചക്രം മുഴുവൻ ഇവത്തെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പൂക്കളുണ്ടാകുന്നു, മുട്ട ഉണ്ടാകുന്നു, പൂക്കളുണ്ടാകുന്നു, അതിന് ശേഷം അത് കോട്ടൻ്റെ വലിയ ബോൾ പോലെയാകുന്നു, പിന്നെ അത് പൊട്ടിക്കഴിയുമ്പോഴാണ് ഈ പഞ്ഞി പറിച്ചെടുത്തിട്ട് അത് ചാക്കിൻ്റെ അകത്താക്കി കൊണ്ടുപോയി വിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ തുടങ്ങാവുന്ന കൃഷി രീതികൾ തന്നെയാണ്, പക്ഷേ ആരും ചെയ്യുകയല്ലോ കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ കാസർഗോഡ് മേഖലയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണിത്. ധാരാളം പശുകൃഷിയുള്ള സ്ഥലമാണ് കാസർഗോഡ് മേഖല. അപ്പോൾ ശരി, നമ്മൾ പതിയെ മുമ്പോട്ട് പോവുകയാണ്. വഴിയൊക്കെ ഇച്ചിരി മോശമുണ്ട്. മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളുടെ ഏരിയയിൽ പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ മരങ്ങളുടെ ഏരിയയാണ്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇനിയൊരു 6 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ഹൈവേയിലോട്ട് വീണ്ടും തിരിച്ച് കയറാം. ഹൈവേ ഇങ്ങനെ കറങ്ങിയാണ് വരുന്നത്, ഞാൻ ഇങ്ങനെ നേരെ കയറുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമാണ്. ഓക്കെ ശരി. അപ്പോൾ ലക്ഷ്മി പാലസിലേക്കാണ് പോകുന്നത്, വഡോദരയിലെ, അതായത് പഴയ ബറോഡയിലെ ലക്ഷ്മി പാലസിലേക്കാണ് യാത്ര. അപ്പോൾ കുഞ്ഞി കിടന്നുറങ്ങുകയാണ്. ഞാൻ ക്യാമറ എടുത്ത് അന്നേരം എഴുന്നേറ്റ് വരും. എന്നാ കിടക്കാൻ സ്ഥലമില്ലേ, വെള്ളം എടുത്ത് മാറ്റാം. കിടക്കാൻ സ്ഥലം കുറവായതുകൊണ്ട് വെള്ളം എടുത്ത് മാറ്റേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ പതിയെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ പമ്പിലാണ്, ഭാരത് പെട്രോളിയത്തിൻ്റെ ഈ പമ്പിലാണ് ഇന്നലെ കിടന്നുറങ്ങിയത്. ഇവിടെയാണ് ടെൻ്റ് അടിച്ച് കിടന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഇഷ്ടം പോലെ വണ്ടി ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് വണ്ടികളെല്ലാം വെളിയിലോട്ട് പോയത്. ഇനിയിപ്പോൾ ഞാൻ ലക്ഷ്മി പാലസിലേക്കുള്ള വഴി തപ്പിപ്പിടിച്ച് വേണം പോകാൻ. അപ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ ശരി, നമ്മൾ പതിയെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും നമ്മൾ ലക്ഷ്മി പാലസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങോട്ടേക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തു. പാലസിനുള്ളിലേക്ക് മാത്രമേ നമ്മൾ കയറുന്നുള്ളൂ, മ്യൂസിയത്തിനുള്ളിലേക്ക് കയറുന്നില്ല. പാലസിൻ്റെ ഏറ്റവും മുകൾ ഭാഗം കണ്ടോ, സാധാരണ എല്ലായിടത്തും ഒരു ക്ലോക്ക് ടവറാണ് അവിടെ കാണുക, പക്ഷേ ഇവിടെ ടവറൊന്നും കാണുന്നില്ല. ഒരു സെൻട്രൽ ഒരു വാച്ച് ടവർ, അതാണ് ആ കാണുന്നത്. അതുകൂടാതെ ഇവിടെ ഒരു പ്രധാനമായിട്ടും അന്നത്തെ രാജാവിൻ്റെ ഒരു ചിത്രമാണ് വരച്ചു വച്ചിരിക്കുന്നത്. ധാരാളം കൊത്തുപണികളോട് കൂടിയ ഒരു കൊട്ടാരമാണിത്. അതിൻ്റെ ഒരു എൻട്രൻസ് അവിടെയാണ്, ഒരു എൻട്രൻസ് ഇവിടെയാണ്. പക്ഷേ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കയറാനുള്ള അനുവാദമുള്ളൂ. 250 രൂപയാണ് ടിക്കറ്റ് ഫീസ്. 210 രൂപയും പിന്നെ ബാക്കിയുള്ളത് GSTയുമാണ്. അപ്പോൾ പാലസിൻ്റെ സെൻട്രൽ ഹാൾ എന്ന് പറയുന്നത് ആ ഭാഗത്താണ്, ആ മകുടം കാണുന്ന ഭാഗത്താണ് സെൻട്രൽ ഹാൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ പാലസിൻ്റെ ഉള്ളിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ പാലസിനുള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് അവസ്ഥയെന്ന് നമുക്ക് പോയി നോക്കാം. പാലസിൻ്റെ ഒരു ഭാഗം, മെയിൻ ഭാഗം മാത്രമേ ഉള്ളൂ നമുക്ക് എൻട്രൻസ് ഉള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ചോദിക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. കോർട്ടാണ് ഇത്, പാലസിൻ്റെ തന്നെ വകയാണ്, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി തന്നെയാണിത്. അത് പഴയ ഗാർഡൻ സൈഡൊക്കെ ഗോൾഫ് കോർട്ടാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഫംഗ്ഷനുകളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ്. ഇതാണ് ഗോൾഫിൻ്റെ ബോളടിക്കുന്ന സ്ഥലം. അപ്പോഴത്തെ അങ്ങനെ വരുമ്പോഴത്തേക്കും കാണുന്നത് ഈ പാലസാണ്. ഇത്രയേ ഉള്ളൂ പാലസ്. അന്നത്തെ കാലത്തെ ഒരു വലിയ പാലസാണ്. എന്നാലും നമ്മുടെ നാട്ടിലെ പാലസിൻ്റെ അത്ര ഒന്നും മറ്റു സ്ഥലങ്ങളിലെ പാലസിൻ്റെ അത്ര ഒന്നും കിടപിടിക്കുന്ന ഒരു പാലസല്ല, ഒരു നോർമൽ പാലസ്. അന്നത്തെ ഒരു വലിയ രാജാവിൻ്റെ പാലസ്, അത്രയേ ഉള്ളൂ. ലക്ഷ്മി വിലാസ് പാലസ്. ഇതാണ് അവിടുത്തെ ടവർ.
അപ്പോൾ അതായത് നമ്മൾ ലക്ഷ്മി വിലാസ് പാലസിലാണുള്ളത്. അപ്പോൾ പാലസിൻ്റെ ബാക്ക് സൈഡിലാണ്, അതായത് ഗാർഡനോട് ചേർന്നുള്ള സൈഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് ഗോൾഫിൻ്റെ ഒരു പ്ലേ ഗ്രൗണ്ടാണ്. പക്ഷേ ഇങ്ങോട്ടും അലൗഡല്ല, അങ്ങോട്ടും അലൗഡല്ല. ഇതിൻ്റെ മുമ്പിൽ നിന്നിട്ട് തന്നെ കോമാളിത്തരം വേണേലും കാണിക്കാം, പക്ഷേ അതിൻ്റെ അകത്ത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. നമ്മൾ പോയ പല പാലസിലും നമുക്ക് അകത്ത് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ആൾക്കാർ വരുന്നവർക്ക് ഈ പുറത്ത് നിന്നിട്ട് ഈ പാലസ് കണ്ടിട്ട് എന്ത് നേടാനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് മറ്റുള്ള പാലസിലൊക്കെ അകത്ത് പോയിട്ട് അതിനെക്കുറിച്ച് കാണുകയും അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്യാമായിരുന്നു. നമ്മളിപ്പം സൂറത്തിലാണേലും പാലസിൽ കയറിയിട്ട് വന്നതാണ്. അവിടെ ഫോർട്ടിലും പാലസിൻ്റെ അകത്തൊക്കെ നമ്മൾ പോയതാണ്. എനിക്ക് തോന്നുന്നു ഇത് പ്രൈവറ്റ് പാലസാണെന്ന് തോന്നുന്നു. പ്രൈവറ്റ് പാലസ് ആയതുകൊണ്ടായിരിക്കണം ഇങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മഹാരാഷ്ട്രയിൽ 1-2 പാലസിൽ പോയപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. ഉള്ളിലോട്ട് കയറാനുള്ള കുറച്ച് ഏരിയയേ ഉള്ളൂ. അവിടെ അവർ താമസിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്, എന്താണെന്നറിയില്ല. ഏതൊക്കെയാലും ഇവിടെ വന്നിട്ട് 250 രൂപ കൊടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയാലും നമുക്കതിൻ്റേതായ പ്രയോജനങ്ങളൊന്നുമില്ല. കാരണം ഒരു ഫോട്ടോ എടുക്കാൻ പോലും അകത്ത് സമ്മതിക്കാത്ത ഒരവസ്ഥയാണ്. എല്ലാവരെയും കൂടി പിടിച്ച് വെളിയിലോട്ട് ഇറക്കി വിട്ട്. ഇത് പഴയ ഒരു കാട് പിടിച്ച് കിടന്ന സ്ഥലമാണ്. അതിപ്പം ഗോൾഫിൻ്റെ ഒരു ഗ്രൗണ്ടാക്കി മാറ്റിയിരിക്കുകയാണ്. ഗോൾഫ് ഗ്രൗണ്ടാണ്. ഇതിൻ്റെ അപ്പുറത്തെ ഗേറ്റിലും ഗോൾഫ് ഗ്രൗണ്ട് തന്നെയാണ്. ഇതെല്ലാം ഗോൾഫ് കളിക്കുന്ന ഏരിയകളാണ്. അപ്പോൾ ശരി, നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. വലിയ കാഴ്ചകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു നല്ല ഗാർഡൻ പോലും ഇല്ല. ഇത് കണ്ടോ, സാധാരണ നമ്മളൊരു പാലസിൽ ചെന്നാൽ മനോഹരമായൊരു ഗാർഡനും സെറ്റപ്പും ഒക്കെ കാണും. ഇത് ഗോൾഫ് ഗാർഡൻ്റെ ഒരു ബേസിക്കായിട്ട് ഉള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരി, നമ്മൾ പതിയെ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ ഫസ്റ്റ് തന്നെ കിട്ടിയത് വളരെ ഒരു നമുക്ക് സാറ്റിസ്ഫൈ അല്ലാത്ത ഒരു ഏരിയയാണ്. അതുകൊണ്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ശരി, ജോപ്പൻ്റെ യാത്ര തുടരുകയാണ്.